രസനേ പിബരേ രാമരസം. കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്ത് നിന്നും 4 കിലോമീറ്റർ കിഴക്കായി പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെക്കിന്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റേതാണെങ്കിലും പൂർണ്ണ സരസ്വതി ഭാവത്തിലുള്ള ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത്. ഏകദേശം 1000 വർഷത്തിനു മുകളിൽ പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഴുപ്പുറത്തിലത്തെ ഒരു നമ്പൂതിരിക്കുണ്ടായ അതിശയകരമായൊരു ദൈവികാനുഭവത്തിന്റെ ഫലമായാണ് പനച്ചിക്കാട്ട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത്. ഭക്തനായ കിഴുപ്പുറം നമ്പൂതിരിയോടൊപ്പം കൊല്ലൂരിൽ നിന്ന് ഇവിടെയെത്തിയ സരസ്വതീ ദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം മഹാസരസ്വതി ക്ഷേത്രമായി അറിയപ്പെടുകയും ചെയ്തു. കുടജാദ്രിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പനച്ചിക്കാട് ഗ്രാമത്തിന്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദീർഘചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചു കുളവും അതിനടുത്ത് ഒരു വള്ളിപ്പടർപ്പും കാണാം. ആ വള്ളിപ്പടർപ്പിനകത്ത് ഒരു പ്രത്യേക ദ്വാരത്തിലാണ് കിഴക്കോട്ട് ദർശനമായ ദേവിയുടെ മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതിൽ പൂജകൾ നടത്താൻ ശക്തിയുള്ളവർ ഇന്നില്ലെന്ന് വിശ്വസിച്ചു വരുന്നതിനാൽ കുളത്തിന്റെ മറുകരയിൽ മൂലവിഗ്രഹത്തിന് അഭിമുഖമായി ഒരു അർച്ചനാബിംബം പ്രതിഷ്ഠിച്ച് അതിൽ പൂജകൾ നടത്തി വരികയാണ് ചെയ്യുന്നത്. മൂലവിഗ്രഹം വള്ളിപ്പടർപ്പിനിടയിൽ മറഞ്ഞിരിക്കുകയാണ്. ഈ വള്ളിപ്പടർപ്പ് മറ്റൊരിടത്തും കാണാത്ത സരസ്വതിയിലതയാണെന്ന് വിശ്വസിച്ചു വരുന്നു. മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഒരു നീരുറവ ഒഴുകി കുളത്തിലെത്തുന്നുണ്ട്. ഇത് കൊടൂരാറ്റിലും തുടർന്ന് മീനച്ചിലാറ്റിലും വേമ്പനാട്ട് കായലിലും എത്തി അറബിക്കടലിൽ ചെന്ന് ചേരുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ ജലമാണ് തൊട്ടുമുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നതും. അങ്ങനെ ദിവ്യസരസിൽ കുടികൊണ്ടുകൊണ്ട് സരസ്വതി എന്ന പേര് ദേവി അന്വർത്ഥമാക്കുന്നു. ഭക്തർക്ക് മുകളിൽ നിന്ന് തൊഴാൻ മാത്രമേ സൗകര്യമുള്ളൂ. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് വിദ്യാദേവതയായ സരസ്വതീ ദേവിയും അനന്തകോടി സൂര്യന്മാരുടെ തേജസ്സോടെ വൈകുണ്ഠനാഥനായ പനച്ചിക്കാട്ടപ്പനും ഭക്തജനകോടികൾക്ക് മോക്ഷവും അനുഗ്രഹവും പകർന്നുകൊണ്ട് പനച്ചിക്കാടിന്റെ ശ്രീലകത്ത് കുടികൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാ നിഷാദ എന്നതാണ് രാമായണത്തിന്റെ സന്ദേശം. അരുത് കാട്ടാള എന്ന് പറയുന്നത് കാട്ടാളനോട് മാത്രമല്ല, എല്ലാ തിന്മകളും ക്രൂരതകളും ത്യജിക്കാനാണ് രാമായണം മനുഷ്യനോട് പറയുന്നത്. രാജകൊട്ടാരത്തെയും കാനനത്തെയും ഒരുപോലെ കണ്ട ശ്രീരാമന്റെ പാദം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ പിബരേ രാമരസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാമരസം ഭാവയാമി രഘുരാമം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ രാമായണത്തിലെ സാഹോദര്യ തത്വം, അതായത് സഹോദരധർമ്മം, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തനം ചെയ്യാം. ശ്രീരാമഭഗവാൻ ധർമ്മത്തിൽ ഉറച്ച ജീവിതയാത്രയായിരുന്നു രാമായണത്തിലൂടെ ചെയ്തത്. ധർമ്മം എന്താണെന്ന്, എങ്ങനെയാണ് ധർമ്മത്തിലൂടെ ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിച്ചു തന്നു ശ്രീരാമഭഗവാൻ. സഹോദരധർമ്മം, ധർമ്മങ്ങൾ കുറേയുണ്ട്. പിതാധർമ്മം, മാതാധർമ്മം, ഗുരുധർമ്മം, സമൂഹധർമ്മം, രാജ്യധർമ്മം, സ്വധർമ്മം, പരമധർമ്മം, അങ്ങനെ ധർമ്മങ്ങൾ പലതും നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുണ്ട്.
ഇവിടെ സഹോദര ധർമ്മത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ധർമ്മം എന്താണെന്ന് നമുക്കറിയണം. അതായത് ധരതി ഇതി ധർമ്മ. ഏതൊരു സത്യത്തിലാണോ നാം നിലനിൽക്കുന്നത് അതാണ് ധർമ്മം. അതായത് നമ്മെ ധരിച്ചിരിക്കുന്നതാണ് ധർമ്മം. ഒന്നുകൂടെ വ്യക്തമാക്കാം. നമ്മെ ഈ പ്രപഞ്ചത്തിൽ ചേർത്ത് കോർത്ത് നിർത്തുന്ന ജീവിത മൂല്യം, ആ ഒരു നിയമ വ്യവസ്ഥയാണ് ധർമ്മം. സ്വാർത്ഥതയില്ലാതെ, അഹങ്കാരമില്ലാതെ, അതായത് ഞാൻ, എൻ്റെ എന്ന ഭാവമില്ലാതെ സന്തോഷത്തോടെ തനിക്കും മറ്റുള്ളവർക്കും നന്മയേകുന്ന കർമ്മങ്ങളാണ് ധർമ്മം. അത് ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന് സുഖത്തിനായി വരേണം. അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം ആചരിക്കുന്ന കർമ്മങ്ങളൊക്കെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തുമായിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്കും മറ്റുള്ളവർക്കും നന്മയേകുന്ന കർമ്മമായിരിക്കണം. അതാണ് ധർമ്മം. അതായത് പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിക്കും വ്യവസ്ഥിതിക്കും കോട്ടം തട്ടാതെ തന്നെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നതായ എല്ലാ ചിന്തയും വാക്കും പ്രവൃത്തിയും ധർമ്മമാണ്. ഫലാസക്തിയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ നിർവഹിച്ചാൽ അത് ധർമ്മമായി. അതാണ് ധർമ്മം എന്ന വാക്കിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രീരാമൻ്റെ രാജ്യ അഭിഷേകം നിശ്ചയിച്ചപ്പോൾ അത് മുടങ്ങിപ്പോയത് മാതാവ് കൈകേയിയിൽ നിന്നും ഭരതൻ അറിഞ്ഞപ്പോൾ തളർന്നുപോയി. അപ്രതീക്ഷിതമായ ഈ ഒരു സംഭവത്തെ ഉൾക്കൊള്ളാൻ സഹോദരനായ ഭരതന് കഴിയാതെ പോയി. അപ്പോൾ തന്നെ ഭരതൻ എന്തു ചെയ്തു? ഞാൻ കാട്ടിലേക്ക് പോയിട്ട് ശ്രീരാമ ഭഗവാനെ തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയിലെ രാജാവായി വാഴിക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടുകൂടി കാട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ഭരതൻ്റെ ആ മാനസികമായ തളർച്ചയും തകർച്ചയും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയും മനസ്സിലാക്കിയ ഭഗവാൻ ഉപദേശത്തിലൂടെ ഭരതനെ തന്നോളം ഉയർത്തി. ആ ഉപദേശം അവനവനിലേക്ക് തന്നെ എങ്ങനെ ഉയർത്താമെന്ന് ചിന്തിച്ച് ഭഗവാൻ ഉപദേശിച്ചപ്പോൾ ഭരതൻ അത് ഉൾക്കൊണ്ടു. തിരിച്ച് അയോധ്യയിലേക്ക് പോകുമ്പോൾ തൻ്റെ മെതിയടി അയോധ്യയിലേക്ക് കൊണ്ടുപോയി. ആ മെതിയടി വെച്ചിട്ടായിരുന്നു, സിംഹാസനത്തിൽ വെച്ചിട്ടായിരുന്നു ഭരതൻ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പം മെതിയടി എന്ന് പറഞ്ഞാൽ രാമഭഗവാന്റെ പാതുകം എന്ന് പറഞ്ഞാൽ ഏതൊരു സത്യത്തിലാണോ താൻ, ഏതൊരു സത്യത്തിലും ധർമ്മത്തിലുമാണോ താൻ ഉറച്ചു നിൽക്കുന്നത് അതുതന്നെയായിരിക്കണം സഹോദരനും ആധാരം എന്ന ചിന്തയിലാണ് രാമഭഗവാൻ അത് കൊടുത്തത്. അപ്പോൾ ശ്രീരാമഭഗവാൻ ചെയ്ത ധർമ്മം എന്താണ് ഇവിടെ? തളർന്നു പോയ മനസ്സിനെ കരുത്തുറ്റതാക്കി ഉയർത്തിക്കൊണ്ടുവന്നു. അതാണ് ധർമ്മം. തളർന്നു പോയ, അത് തന്നെയാണല്ലോ നമ്മൾ ഗീതയിലും കാണുന്നത്. അർജുനൻ തളർന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനന് കരുത്തും വെളിച്ചവും കൊടുത്തു, ഉയർത്തിക്കൊണ്ടുവന്നു, ഉയർച്ചയും കൊടുത്തു. അത് തന്നെയാണ് ശ്രീരാമ ഭഗവാൻ ഇവിടെ ഭരതന് വേണ്ടിയും ചെയ്യുന്നത്. ആ കരുത്തോടു കൂടിയാണ് അയോധ്യയിലേക്ക് പറഞ്ഞയക്കുന്നത്. ശ്രീരാമൻ്റെ മെതിയടി സിംഹാസനത്തിൽ വെച്ചിട്ട് രാജ്യം ഭരിക്കുമ്പോൾ ശ്രീരാമൻ എന്നിലൂടെ ഭരിക്കുന്നു എന്ന ഉദാത്ത ഭാവമായിരുന്നു ഭരതനുണ്ടായിരുന്നത്. അതായത് ഭരതനിലൂടെ ശ്രീരാമൻ ഭരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ശ്രീരാമൻ എന്നിലൂടെ ഭരിക്കുന്നു എന്ന ഉദാത്ത ഭാവം ഭരതനിലും ധർമ്മനിഷ്ഠ പകർന്നു കൊടുത്തതിൻ്റെതായ ആ ഒരു ചാരിതാർത്ഥ്യം രാമനുണ്ടായിരുന്നു. പാരസ്പര്യമാണ്, പരസ്പരം ഈ ധർമ്മത്തെ രണ്ടുപേരും പരിപാലിച്ചു വന്നു സഹോദരങ്ങൾ. ഇനി അയോധ്യയിലെത്തിയിട്ടോ ഞാനല്ല ഈ അധികാരം ഏറ്റെടുക്കുന്നത് എന്ന ഭാവത്തിൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഭഗവാൻ എന്നിലൂടെ ചെയ്യുന്നു എന്ന ഭാവത്തിൽ ദാസനായിട്ടാണ് അയോധ്യയിൽ ഭരതൻ രാജ്യം ഭരിക്കുന്നത്. ആ ഒരു തപസ് പോലെ ഭരതൻ അയോധ്യയിൽ ഭരിക്കുമ്പോൾ ആ ജ്യേഷ്ഠനോടുള്ള ഭയ, ഭക്തി, ബഹുമാനം, ആദരവ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ധർമ്മം.
ഞാനല്ല ചെയ്യുന്നതെന്നും എനിക്ക് വേണ്ടിയല്ല ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുന്ന കർമ്മമാണ് ധർമ്മം. അതാണ് ഇവിടെ ഭരതൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ആ ഒരു സാഹോദര്യ ബന്ധത്തിൻ്റെ ആ ഉറപ്പ് ധർമ്മത്തിലൂടെ നിർവഹിച്ചു ഭരതൻ ശ്രീരാമനും. ശ്രീരാമൻ അനുജനെ തന്നോളം ഉയർത്തി ഭരതൻ ജ്യേഷ്ഠൻ്റെ ധർമ്മപാത പിന്തുടർന്നു. അങ്ങനെ രണ്ടുപേരും സഹോദര ധർമ്മത്തിൽ ഉറച്ചു നിന്നു നമുക്ക് മാതൃകയായി. ഇനി സന്തത സഹചാരിയായ ലക്ഷ്മണൻ, മറ്റൊരു സഹോദരൻ, എങ്ങനെയാണ് ധാർമ്മികമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്? രാജ്യാഭിഷേകം മുടങ്ങിയതിൻ്റെ കാരണം പിതാവായ ദശരഥനും മാതാവായ കൈകേയും ആണെന്ന് അറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ്റെ മുഖത്ത് കോപവും ക്രോധവും ഒക്കെ വന്ന് വായയിൽ നിന്ന് അവിവേകമായ വാക്കുകളൊക്കെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അത് കണ്ടതായ ഭാവമാറ്റം കണ്ടതായ ശ്രീരാമ ഭഗവാൻ ലക്ഷ്മണൻ ഇനി എന്തെങ്കിലും അവിവേകം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ലക്ഷ്മണനെ ഉപദേശിക്കാൻ വേണ്ടി മുതിർന്നു. അപ്പോൾ എങ്ങനെയാണ് ലക്ഷ്മണനെ വിളിക്കുന്നത്? ലക്ഷ്മണനെ ചീത്ത പറയുകയല്ല, അല്ലെങ്കിൽ ക്രോധത്തോടു കൂടി സമീപിക്കുകയല്ല ശ്രീരാമൻ ചെയ്തത്. വത്സ, സൗമിത്രി, കുമാര, നീ കേൾക്കണം എന്ന് പറഞ്ഞാണ് ലക്ഷ്മണോപദേശം തുടങ്ങുന്നത്. അതായത് ലക്ഷ്മണോപദേശം ആ കേൾക്കാനുള്ളതായ മനസ്ഥിതി ഉണ്ടാകണമെങ്കിൽ ആ ഒരു വിളിയിൽ വത്സ, സൗമിത്രേ, കുമാര അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ആ ക്രോധത്തിനെ തണുപ്പിക്കുകയായിരുന്നു ശ്രീരാമൻ ചെയ്തത്. ആ ജ്യേഷ്ഠൻ്റെതായ ആ ഒരു ധർമ്മം അവിടെ നിർവഹിക്കുകയാണ്. ആ അവിവേകത്തെ തിരുത്താനും ഉണർത്താനും ഉയർത്താനും ആ ഉപദേശമാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണോപദേശത്തിൽ ജീവിതത്തിൻ്റെ നശ്വരതയും ആത്മാവിൻ്റെ അനശ്വരതയും ഈ ഭൗതികതയിൽ കാണുന്നതായ കാര്യങ്ങൾ ഒക്കെയാണ് ആ വേദാന്തം തന്നെയാണ്. വേദാന്തത്തിൽ എന്താണോ നമ്മെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അറിവ് തന്നെയാണ് ലക്ഷ്മണോപദേശത്തിൽ രാമഭഗവാൻ ലക്ഷ്മണന് കൊടുക്കുന്നത്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതോ പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. അതായത് പാമ്പിൻ്റെ വായയിൽ കുടുങ്ങിയ തവള തൻ്റെ ഇരക്കു വേണ്ടി നാവ് നീട്ടുന്നതായ ആ ഒരു ഭാവം, ആ ഒരു ഉദാഹരണത്തിലൂടെ ലക്ഷ്മണനെ ബോധിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ മരണം അടുത്ത നിമിഷം തന്നെ ഉണ്ടാകുമെന്ന് അറിഞ്ഞാലും നമ്മൾ ഭോഗത്തിൻ്റെ പിന്നാലെ കുതിച്ചു പായുന്ന ആ നശ്വരതയ്ക്ക് പിന്നാലെ പോകുന്നതായ നമ്മുടെ ആ ഒരു നിരർത്ഥകതയാണ് ഇവിടെ ബോധ്യമാക്കുന്നത്. ഇങ്ങനെ ആ ലക്ഷ്മണോപദേശത്തിൽ മുഴുവനും ജ്ഞാനം തന്നെയാണ് ഭഗവാൻ ലക്ഷ്മണനെ ജ്ഞാനത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഈ ലക്ഷ്മണോപദേശം രാമായണത്തിൽ 3 ഭാഗങ്ങളിലായിട്ടുണ്ട്. ആദ്യത്തേത് ജ്ഞാനോപദേശം, പിന്നെ ഭക്തിയോഗം, പിന്നെ കർമ്മയോഗം, ഉപവാസം, ഉപാസന, ഇങ്ങനെ തുടങ്ങി ധ്യാനമാർഗം, ഇതൊക്കെ ലക്ഷ്മണൻ ഉപദേശിക്കുന്നുണ്ട് ശ്രീരാമ ഭഗവാൻ. അതായത് നമുക്ക് എങ്ങനെയാണോ ഈ ജീവിതത്തിൽ ധർമ്മത്തെ പരിപാലിക്കേണ്ടതെന്ന് ആദ്യം തന്നെ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. ആ ജ്ഞാനത്തിലൂടെ അതിന് അർഹതപ്പെട്ടവനായി ലക്ഷ്മണ ഭഗവാൻ. അതായത് ചോദിക്കാതെ കൊടുത്തതായ ആ ഉപദേശം പിന്നീട് ഭക്തിമാർഗവും മോക്ഷമാർഗവും ക്രിയാമാർഗവും ലക്ഷ്മണൻ ശ്രീരാമ ഭഗവാനോട് ചോദിക്കുകയായിരുന്നു. അതായത് ചോദിച്ചിട്ട് കൊടുക്കുന്ന ആ ഉത്തരത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. ആ മൂല്യത്തിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അത് കേൾക്കാനുള്ളതായ ആ ഒരു വ്യഗ്രത, അർഹത ലക്ഷ്മണൻ നേടി. എന്നിട്ടാണ് ജ്യേഷ്ഠനെ ഗുരുവിനെ പോലെ ശിഷ്യഭാവത്തിൽ നിന്നുകൊണ്ട് ലക്ഷ്മണൻ ചോദിക്കുകയാണ്, എനിക്ക് മുക്തിമാർഗവും ക്രിയാമാർഗവും ഉപദേശിച്ചു തരൂ എന്ന് ലക്ഷ്മണൻ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനവിടെ പ്രാധാന്യമുണ്ട്. അവിടെ ധർമ്മോപദേശത്തിന് കൊടുക്കുന്നതായ മൂല്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് ലക്ഷ്മണൻ ജ്യേഷ്ഠനെ കാണുന്നത് ഗുരുവായിട്ടും ജ്യേഷ്ഠനായിട്ടും പിതാവുമായിട്ടാണ്. 14 വർഷവും ഊണും ഉറക്കവുമില്ലാതെ ജ്യേഷ്ഠനെ സംരക്ഷിക്കുകയായിരുന്നു, സേവിക്കുകയായിരുന്നു, പരിപാലിക്കുകയായിരുന്നു ലക്ഷ്മണൻ ചെയ്തത്. അവിടെയാണ് ലക്ഷ്മണൻ്റെ ധർമ്മം നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാതാവായ സുമിത്ര എന്താണോ ഉപദേശിച്ചു കൊടുത്തത്, വാൽമീകി രാമായണത്തിൽ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാം അടവിൻ വിദ്ധി ഗച്ഛതാത യഥാസുഖം
എന്നാണല്ലോ സുമിത്ര ഉപദേശിച്ചത്. അത് അക്ഷരം പ്രതി അനുസരിച്ച് ലക്ഷ്മണൻ വനവാസത്തിൽ രാമൻ്റെ കൂടെ പോകുമ്പോൾ ജ്യേഷ്ഠനെ പിതാവായിട്ടും സീതാദേവിയെ മാതാവായിട്ടും കാനനത്തെ അയോധ്യയായിട്ടും പരിഗണിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സേവിച്ചു. അവിടെയാണ് ലക്ഷ്മണൻ്റെ ധർമ്മം നമുക്ക് മനസ്സിലാക്കാവുന്നത്. ശ്രീരാമഭഗവാൻ ലക്ഷ്മണനെ തന്നോളം ഉയർത്തുകയും ലക്ഷ്മണൻ ശ്രീരാമഭഗവാന്റെ ധാർമ്മിക പാത പിന്തുടരുകയും ചെയ്തു. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച, സ്വന്തം ഉയരുകയും മറ്റുള്ളവരെ ഉയർത്തുകയും ചെയ്യുക എന്ന ആ ധാർമ്മിക ബോധം ഈ സഹോദര ബന്ധത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു രാമായണം. രാമായണത്തിലൂടെ നമ്മളും ജീവിതയാത്ര തന്നെയാണ് നടത്തേണ്ടത്. എങ്ങനെയാണ്? അവനവനിലേക്കുള്ള യാത്രയാണ് രാമായണത്തിലെ ജീവിതയാത്ര. രാമൻ എങ്ങനെയാണോ അവതരിച്ചതു മുതൽ സ്വധാമത്തിൽ എത്തുന്നതുവരെ നിർവഹിച്ചത്, ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് രാമായണത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതത്തിലേക്ക് പകർത്തുകയാണ് വേണ്ടത്. ഈ സാഹോദര്യ ബന്ധം നമുക്ക് അങ്ങനെ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്താം. ആ ഒരു ദൃഢതയോടെ നാം പാലിക്കേണ്ടതായ ഈ ധർമ്മബോധം എല്ലാവരിലും ഉയർന്നു വന്ന് നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘുഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പിബരേ രാമരസം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ചാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സുഗ്രീവസ്ഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നീടിനാൻ. വ്യഗ്രം കളകനീ ഭാസ്കര നന്ദന, ഭാഗ്യമോ ഭാഗ്യം ഓർത്തോളമെത്രയും. ഭാസ്കര വംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനുജനും കാമധാരാർത്ഥം ഇവിടെ കെഴുന്നള്ളി സുഗ്രീവനോടീ വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തഥാ. വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളീടിനാർ. വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ട് നീതിയോടർക്കാത്മജനോടു ചൊല്ലിനൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരെ. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളി ഇതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്ന് വന്നിച്ച് സഖ്യം ചെയ്ത് ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനുമന്നേരം
ആദരപൂർവമുത്ഥായ സസംഭ്രമം. വിഷ്ടപനാഥനിരുന്നരുളിയിടുവൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ ഒട്ടിച്ചവനിയിലിട്ടാൻ അതു നേരം. ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ട് സൗമിത്രീ സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടരുളിയിടിനൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിത് സന്താപസംഘവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാസു ചൊല്ലിയിടിനൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുത് ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഞാനോരവസ്ഥ കണ്ടേനൊരു നാളത് മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം. പുഷ്കര നേത്രനായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു. അതു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞുധീനയായി രാമരാമേരീ മുറയിടുന്നോൾ. തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ. അത് കാണേണമെങ്കിലോ കണ്ടാലും. ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനൻ. അർണജനേത്രൻ അതെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ച്. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്നൊങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാദേ നളിനദളായ തലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിരു ലക്ഷ്മണൻ. ദുഃഖിയാകേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീദ പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ വ്യഗ്രിയായേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാസു നൽകിയിടുവൻ സീതയെ കൈക്കൊൽക ധൈര്യം ധരിത്രീപതേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞുത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൽ മൂലമെല്ലാം ഉണർത്തിച്ച് അരുളേടിനാൻ. പിബരേ രാമരസം
എല്ലാവർക്കും നമസ്കാരം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമായണ പാരായണത്തിൻ്റെ സുഹൃതം നിറഞ്ഞ ഒരു കർക്കടക മാസം കൂടി വരവായി. ഏതൊരു സനാതന ധർമ്മവിശ്വാസിക്കും ആത്മസമർപ്പണത്തിൻ്റെ പുണ്യകാലമാണ് ഇത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെ രാമായണം പോലെ സ്വാധീനിച്ച മറ്റൊരു മഹത് ഗ്രന്ഥമില്ല. സംഘർഷഭരിതവും സ്വാർത്ഥജടിലവുമായ ഇന്നത്തെ ലോകത്തിൽ സമാധാനവും ത്യാഗവും ക്ഷമയും ഉണ്ടെങ്കിൽ ഏതൊരു വിപത്തും തരണം ചെയ്യാം എന്ന് രാമായണം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നന്മയുടെയും തിന്മയുടെയും കണ്ണാടിയാണ്. രാമായണത്തിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത സുരസ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. കശ്യപ പ്രജാപതിയുടെ 10 പുത്രിമാരിൽ ഒരുവളാണ് സുരസ. നാഗമാതാവായ സുരസ ഒരിക്കൽ വാനരവീരനായ ഹനുമാന്റെ അമ്മ എന്ന പദവിക്ക് അർഹയായി. വളരെ രസകരമാണ് ആ കഥ. മഹാസമുദ്രത്തിന് മുകളിലൂടെ ലങ്കയിലേക്ക് പറക്കുന്ന ഹനുമാന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ ദേവന്മാർ തീരുമാനിച്ചു. രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ കോട്ടയിലേക്കുള്ള യാത്രയല്ലേ, പല പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടി വരും. അതിന് ശാരീരിക ശക്തി മാത്രം മതിയാവില്ല, സമയോചിതമായി പ്രവർത്തിക്കാനുള്ള ബുദ്ധിവൈഭവം കൂടി വേണം. അത് ഹനുമാനുണ്ടോ എന്ന് പരീക്ഷിക്കാൻ ദേവന്മാർ തീരുമാനിച്ചു. നാഗമാതാവായ സുരസയെയാണ് അവർ അതിന് നിയോഗിച്ചത്. അതിഭീകര രൂപം കൈക്കൊണ്ട സുരസ ഹനുമാന്റെ വഴി തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ ഭക്ഷണമാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു, നീ എൻ്റെ വായിലേക്ക് കയറിക്കൊള്ളൂ. ഞാൻ അത്യാവശ്യമായി പോവുകയാണ്. മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള എൻ്റെ യാത്ര തടസ്സപ്പെടുത്തരുത്, എന്നെ പോകാൻ അനുവദിക്കൂ. ഹനുമാൻ വിനയത്തോടെ പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. തന്ത്രപരമായി മാത്രമേ ഈ ഭീകരശക്തിയെ നേരിടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ ശരീരം സുരസ പിളർത്തിയ വായിനേക്കാൾ വലുതാക്കി. എന്നിട്ട് പറഞ്ഞു, എന്നെ ഭക്ഷിച്ചോളൂ, എന്നെ അകത്താക്കിക്കൊള്ളൂ. ഇതു കേട്ട സുരസ തൻ്റെ വായ വീണ്ടും വലുതാക്കി 20 യോജന. അപ്പോൾ ഹനുമാൻ 40 യോജന വലുതാക്കി. സുരസ വീണ്ടും വായ വലുതാക്കി. ഹനുമാൻ വീണ്ടും വലുതാക്കി. സുരസ തൻ്റെ വായ 80 യോജന വലുതാക്കി. ഇങ്ങനെ പോയാൽ ഇതിന് എന്താണൊരവസാനം എന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും ഹനുമാന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു. ചെറുതാവുക. ഹനുമാൻ പെട്ടെന്ന് ചെറുവിരലിനോളം ചെറുതായി. എന്നിട്ട് വായ പിളർന്നു നിൽക്കുന്ന സുരസയുടെ വായിലൂടെ അകത്ത് കയറി. ചെറിയൊരു തട്ടുമുട്ടുമൊക്കെ കൊടുത്ത് ചെവിയിലൂടെ പുറത്തു കടന്നു. വായ പിളർന്നു നിൽക്കുന്ന സുരസയോട് ഹനുമാൻ പറഞ്ഞു, അങ്ങയുടെ വായിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തു വന്ന ഞാൻ അങ്ങയുടെ മകനാണ്. ഇനി എന്നെ പോകാൻ അനുവദിക്കൂ. എന്നെ മാർഗതടസ്സം ചെയ്യരുതേ. എന്നെ പോകാൻ അനുവദിക്കൂ, എന്നെ അനുഗ്രഹിച്ചാലും. ഇതു കേട്ട സുരസയ്ക്ക് സന്തോഷമായി. അവൾ യഥാർത്ഥ രൂപം കൈകൊണ്ട് ഹനുമാനെ അനുഗ്രഹിച്ചു. നാഗമാതാവിൻ്റെ ഈ അനുഗ്രഹം ഹനുമാന് പലപ്പോഴും ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. വലുതാവാനും അഹംഭാവി ആകുവാനും എളുപ്പമാണ്. അതിലും എളുപ്പത്തിൽ ചെറുതാവാനും വിനയവനാകാനും സാധിച്ചാൽ നമ്മുടെ വിജയം ഉറപ്പാക്കാമെന്ന് ഹനുമാൻ നമ്മെ പഠിപ്പിക്കുന്നു. നിഗ്രഹ ശക്തിയോടെ വന്ന സുരസ എന്ന പ്രതിസന്ധിയെ വളരെ തന്ത്രപരമായി നേരിടാൻ ഹനുമാന് സാധിച്ചു. ഇതുപോലെ തന്നെ രാമായണത്തിലെ ഓരോ കഥാപാത്രവും നമുക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം. പിബരേ രാമരസം
രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ആലോല തുളസി വനമാല ഭൂഷണ ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. നന്ദ നന്ദന ഇന്ദുവദന ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. ദശരഥ ബാല ദശമുഖ കാല ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. ക്ഷീരാബ്ധി ശയന ക്ഷാരാബ്ധി ബന്ധന ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. ധന്യചരിത്ര ഗണ്യപവിത്ര ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. പാലിതാമര ബാലിനാശക ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. സാമഗാനോദ ഭീമാലോജാമിത്ര ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. താടകാന്തക പാടിതാസുര ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. ഭക്തപാലക മുക്തിദായക ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. കങ്കണഭൂഷണ പങ്കജനയന ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. ശരദിന്ദുവദന നരലോകപാലന ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. ഭാരതാനന്ദ ഭദ്രാദിവാസ ശ്രീരാമ രാമ ഹരേ. ശ്രീമന്നാരായണ കൃഷ്ണ ഗോവിന്ദ ജഗന്നാഥ പുരുഷോത്തമ പാലയ. ജഗന്നാഥ പുരുഷോത്തമ പാലയ. പിബരേ രാമരസം
രാമരസം പിബരേ രാമരസം രസനേ പിബരേ